കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് എഴുന്നള്ളിപ്പുകൾക്ക് പൂർണ്ണ വിലക്ക്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് ഊട്ടുകമ്പനിക്കായി അനധികൃത കളിമൺ ഖനനം. പാടത്തു നിന്നുമെടുത്ത കളിമണ്ണ് തിരിച്ചു കൊണ്ടിടണമെന്ന ആവശ്യം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഊട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തീരദേശ മേഖലയിൽ വലവിരിച്ച് ലഹരി മാഫിയ. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കനത്ത ചൂട് തുടരുന്നു. ചൊവ്വാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം. സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണമെന്ന് മുന്നറിയിപ്പ്. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ അഗ്നിബാധ. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായി കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം. കുറുമാലിപ്പുഴയിൽ ഭീതിയായി നീർനായകൾ. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് എഴുന്നള്ളിപ്പുകൾക്ക് പൂർണ്ണ വിലക്ക്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. കോട്ടപ്പടിയിൽ ഇടഞ്ഞ് 2 പേരെ കൊന്നതിനെ തുടർന്ന് രാമചന്ദ്രന് നേരത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആനയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് എഴുന്നള്ളിപ്പുകൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം ആനയുടെ വിലക്ക് നേരത്തെ ഏർപ്പെടുത്തിയതാണെന്നും വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ ജില്ലാ കളക്ടർ അധ്യക്ഷയായ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വിടുകയാണ് ചെയ്തതെന്നും തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തറ പറഞ്ഞു. ആരാധകർക്ക് ആഘാതമായി രാമചന്ദ്രന് വിലക്ക്. ഏകഛത്രാധിപതി രാമചന്ദ്രൻ ഇനി ഉത്സവ പറമ്പുകളിലേക്കില്ല. മലയാളക്കരയിൽ ഏറ്റവും ആരാധകരുള്ള കൊമ്പനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ കീഴിലുള്ള കൊമ്പനെ ഫെബ്രുവരി 8 മുതലാണ് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയത്. തുടർന്ന് ആനയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ സംഘവും രൂപീകരിച്ചു. വൈൽഡ് ലൈഫ് കൺസർവേറ്റർ BN അഞ്ജൻകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഗീത, MA ജയചന്ദ്രൻ, അരുൺ സക്രിയ എന്നിവരുൾപ്പെട്ടതായിരുന്നു അന്വേഷണ സംഘം. സംസ്ഥാനത്തെ മുഴുവൻ DFOമാരിൽ നിന്നും രാമചന്ദ്രൻ ഇടഞ്ഞത് സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ റിപ്പോർട്ട് കൈമാറിയത്. ഉത്സവ എഴുന്നള്ളിപ്പുകൾ അടക്കമുള്ള ഒരു പരിപാടികളിലും രാമചന്ദ്രനെ പങ്കെടുപ്പിക്കരുതെന്നാണ് ഉത്തരവ്. ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റരുതെന്നും ഉത്തരവിലുണ്ട്. പ്രായാധിക്യമുള്ള ആനയ്ക്ക് ദഹന പ്രശ്നങ്ങളുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വലതുകണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നും സംഘം കണ്ടെത്തി. ഇതേസമയം രാമചന്ദ്രനെ പൂർണ്ണ വിലക്കേർപ്പെടുത്തിയത് ആനപ്രേമികൾക്ക് ആഘാതമായി. ആനകളിൽ ഏറ്റവും അധികം ഫാൻസ് സംഘടനകളുള്ളത് രാമചന്ദ്രനാണ്. ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങിന് രാമചന്ദ്രനെയാണ് എഴുന്നള്ളിക്കാറുള്ളത്. ഇനി ഉത്സവപ്പറമ്പുകളിൽ ഏകഛത്രാധിപതി രാമചന്ദ്രനില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിനെതിരെ രാമചന്ദ്രന്റെ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. TCV തൃശൂർ. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് ഊട്ടുകമ്പനി ഉടമയുടെ അനധികൃത കളിമൺ ഖനനം. എടുത്ത കളിമണ്ണ് തിരിച്ചു കൊണ്ടിടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഊട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. യാതൊരുവിധ അനുമതിയുമില്ലാതെ രാത്രിയുടെ മറവിൽ ഗുണ്ടാ നേതാക്കളുടെ സഹായത്തോടെയാണ് വ്യാപകമായി കളിമണ്ണ് കടത്തിയത്. വെണ്ടൂർ ചുങ്കത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഊട്ടുകമ്പനിയുടെ ഉടമയാണ് സ്വന്തം പാടത്തുനിന്ന് അനധികൃതമായി കളിമണ്ണെടുത്തത്. നേരം പുലരും മുൻപായി 100ഓളം ലോഡ് കളിമണ്ണ് പാടത്തുനിന്ന് ഊട്ടുകമ്പനിയിലേക്ക് മാറ്റി. രാവിലെ മണ്ണെടുപ്പ് ശ്രദ്ധയിൽപ്പെട്ട വാർഡ് മെമ്പർ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു. മണ്ണ് കടത്തിയത് ഊട്ടുകമ്പനിയിലേക്കാണെന്ന് മനസ്സിലാക്കിയ അധികൃതർ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി മണ്ണ് കണ്ടെത്തി. സംഘത്തിലുണ്ടായിരുന്ന പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, കൃഷി ഓഫീസർ മിനി മേനോൻ, ചെങ്ങാലൂർ വില്ലേജ് ഓഫീസർ TR വിനോദിനി, ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ജോസ് പൂവത്തുകാരൻ എന്നിവർ ഊട്ടുകമ്പനിയുടമയോട് മണ്ണ് തിരിച്ചുകൊണ്ടിടാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഊട്ടുകമ്പനിയുടമ നിർദ്ദേശം അംഗീകരിക്കാതായതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഓഫീസിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. എടുത്ത മണ്ണ് തിരിച്ചുകൊണ്ടിടുന്നതുവരെ സമരം തുടരാനായിരുന്നു അധികൃതരുടെ തീരുമാനം. സമരം അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും കമ്പനിയുടമ കളിമണ്ണ് തിരിച്ചുകൊണ്ടിട്ട് തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാമെന്ന് ഉറപ്പ് നൽകി. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ച് അധികൃതർ മടങ്ങിയത്. ശനിയാഴ്ച വൈകിട്ടോടെ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. TCV പുതുക്കാട്. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി വധശ്രമ കേസിലെ പ്രതിയടക്കം 2 യുവാക്കളെ ക്രൈംബ്രാഞ്ചും വലപ്പാട് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ സ്വദേശികളായ കാഞ്ഞിരത്തിൽ വീട്ടിൽ ഹിരത്, കൂലിപ്പറമ്പിൽ വീട്ടിൽ ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. ചേർക്കര ഗ്രൗണ്ടിന് സമീപം കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ
രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ആഡംബര ബൈക്കിലെത്തിയ യുവാക്കൾ കഞ്ചാവുമായി പിടിയിലായത്. ക്രൈംബ്രാഞ്ച് എസ്ഐ MP മുഹമ്മദ് റാഫി, വലപ്പാട് എസ്ഐ വിനോദ് വലിയാറ്റൂർ എന്നിവർ ഉൾപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബാഗിനകത്ത് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. ലഹരി മാർക്കറ്റിൽ വിലയുള്ള നീലച്ചടയൻ കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്ന് ബൈക്കിലെത്തിക്കുകയാണ് പതിവ്. ഇത്തരത്തിലെത്തിക്കുന്ന കഞ്ചാവ് വിജനമായ സ്ഥലങ്ങളിലെ പൊന്തക്കാടുകളിൽ രഹസ്യമായി സൂക്ഷിച്ച് 1000-500 രൂപ വീതമുള്ള പൊതികളിലായാണ് വിൽപ്പന. ലഹരി സംഘത്തിലെ പ്രധാനിയെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. പരീക്ഷാകാലമായതിനാൽ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കുമെന്ന് പ്രചരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടക്കുന്നതെന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായ സംഭവത്തിലാണ് ലഹരി മാഫിയയുടെ സ്വാധീനത്തെക്കുറിച്ച് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോടെ രക്ഷപ്പെടാൻ കഴിയാതെ മാനസിക നില തകരാറിലാവുകയാണ് യുവാക്കൾക്ക്. ഇത് ചൂഷണം ചെയ്യുകയാണ് ലഹരി മാഫിയകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ലഹരി വേട്ടയ്ക്കായി വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരെ ഉൾപ്പെടുത്തി റൂറൽ SP പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. കനത്ത ചൂട് തുടരുന്നു. ചൊവ്വാഴ്ച വരെ ചൂടിനെതിരെ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശരാശരി താപനിലയേക്കാൾ 4 ഡിഗ്രി വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. ജില്ലയിൽ 3 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. രേഖപ്പെടുത്തുന്ന താപനിലയേക്കാൾ അനുഭവപ്പെടുന്ന ചൂട് കൂടുതലാണ്. സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനി തീപിടിച്ചു. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. ചെറിയത്ത് ഫ്രാൻസിസിന് ഉടമസ്ഥതയിലുള്ള പോപ്പുലർ പ്ലാസ്റ്റിക്സ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനിയുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്ത് താമസിക്കുന്ന തൊഴിലാളികൾ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. കമ്പനിയുടെ പ്ലാന്റിന് സമീപത്തുനിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ തൊഴിലാളികൾക്കായി. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുറുമാലിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷം. കടവുകളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കുറുമാലിപ്പുഴയിലെ വിവിധ കടവുകളിലാണ് നീർനായകളെ കണ്ടത്. ഒരാഴ്ചയിലേറെയായി പലയിടങ്ങളിലായി നീർനായയെ കണ്ടുവന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുപ്പിളിയം അമ്പലക്കടവിൽ 12 വയസ്സുകാരനെ നീർനായക്കൂട്ടം ആക്രമിച്ചത്. 10ഓളം നീർനായകളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. കാലിന് പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീർനായ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ പുഴയുടെ കടവുകളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. വേനൽ രൂക്ഷമായതോടെ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് പുഴയെ ആശ്രയിക്കുന്നത്. കുളിക്കാനും അലക്കാനുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ എത്തുന്ന കടവുകളിലാണ് നീർനായകൾ തമ്പടിച്ചിരിക്കുന്നത്. വേനലവധി ആരംഭിക്കുന്നതോടെ പുഴയിൽ കുളിക്കാനെത്തുന്നവരുടെ എണ്ണം ഇനിയും കൂടും. എത്രയും വേഗം നീർനായകളെ പുഴയിൽ നിന്ന് തുരത്താൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നീർനായകളുടെ ആക്രമണത്തിന് നാട്ടുകാർ ഇരകളാകേണ്ടി വരുമെന്നാണ് ആശങ്ക. TCV പുതുക്കാട്. കാളവേലയ്ക്കും വെടിക്കെട്ടിനും പേരുകേട്ട ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷം വർണ്ണാഭമായി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ചേലക്കര, വെങ്ങാനല്ലൂർ, തോന്നൂർക്കര, പങ്ങാരപ്പള്ളി, കുറുമല ദേശങ്ങളിൽ കാളയുടെ തലവെക്കൽ ചടങ്ങുകൾ ആഘോഷമായി നടന്നു. പൊയ്ക്കാളകളും
കുതിരകളുമായി നാട്ടുപാട്ടിന്റെ ഇണത്തിലും അസുരവാദ്യത്തിന്റെ താളത്തിലും എത്തിയ നാട്ടുവേലകൾ വൈകിട്ട് കാവിന് മുൻപിലുള്ള പാടത്ത് സംഗമിച്ചു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാളക്കളികൾ നടക്കും. തുടർന്ന് കാളി ധാരിക സംവാദവും പോർവിളിയും പ്രതീകാത്മക വധവും നടക്കുന്നതോടെ വേലയാഘോഷത്തിന് സമാപനമാകും. ദേശീയപാത നടത്തറയിൽ ബൈക്കുകൾ കൂട്ടിമുട്ടി യുവാവ് മരിച്ചു. നടത്തറ JP നഗറിൽ മടത്തിപ്പറമ്പിൽ സന്തോഷ് മകൻ മിഥുനാണ് മരിച്ചത്. ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ്. ഹൈവേയിലേക്ക് കയറുകയായിരുന്ന മിഥുൻ സഞ്ചരിച്ച ബൈക്കിൽ സർവീസ് റോഡിലൂടെ വന്ന മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഉടൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. നഴ്സുമാരുടെ സംഘടനയായ UNAയിലെ അഴിമതി സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് സംഘടനാ മുൻ ഭാരവാഹിയുടെ മൊഴിയെടുത്തു. മുൻ ഭാരവാഹി സിബിയുടെ മൊഴിയാണ് തൃശൂരിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. 3 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് പരാതി. DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. UNA ഭാരവാഹികൾക്കെതിരെയാണ് കോടികളുടെ അഴിമതി ആരോപണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തട്ടിപ്പ് സംബന്ധിച്ച് വ്യക്തമായതെന്ന് സിബി മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് തട്ടിപ്പ് നടത്താൻ കഴിയില്ല. ഇതൊരു സംഘടനയുടെ അക്കൗണ്ടാണ്, 3 പേര് ചേർന്ന ജോയിൻ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിലും 2 സിഗ്നറ്ററി അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ചെക്കുകളൊക്കെ ആരൊക്കെയാണ് ഒപ്പിട്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയി എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. അത് എനിക്ക് തോന്നുന്നു അത് ഈ ബാക്കിയുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇത്രയും പൈസ ഞാൻ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഇത്രയധികം പൈസ സംഘടനയുടെ അക്കൗണ്ടിലുണ്ടെന്ന് അറിയുന്നത് ഒരു 3 ആഴ്ച മുമ്പ് ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൈ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇത്രയധികം പൈസ അക്കൗണ്ടിലേക്ക് വന്നു, ഇത്രയധികം പൈസ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അവരെ കൃത്യമായി ബോധവൽക്കരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. അത് സമീപഭാവിയിൽ അത് മാറിക്കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിച്ചുവിട്ടു. യോഗം വിളിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്നും കമ്മീഷന് പരാതി നൽകുമെന്നും കോൺഗ്രസ്. 3 അജണ്ടകളുമായി വിളിച്ചു ചേർത്ത യോഗം ന്യൂസിലാൻഡ് ഭീകരവാദി ആക്രമണത്തിലും അമേരിക്കയിലുണ്ടായ ചുഴലിക്കാറ്റിൽ മരിച്ചവർക്കും അനുശോചനം രേഖപ്പെടുത്തിയാണ് ആരംഭിച്ചത്. തുടർന്ന് പുതിയതായി ചുമതലയേറ്റ കോർപ്പറേഷൻ സെക്രട്ടറി AS അനുജയെ കൗൺസിൽ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആദ്യ അജണ്ട വായിച്ച് ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം യോഗത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പൊതുജനങ്ങളെ ബാധിക്കുന്ന കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത് ചിലർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് മാത്രമാണെന്നും ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി കമ്മീഷന് പരാതി നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും റോഡ് പണികളെക്കുറിച്ചുമാണ് കൗൺസിൽ ചർച്ച ചെയ്യേണ്ടത്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന കൗൺസിൽ യോഗം വിളിച്ചത് മേയറുടെ നടപടി ശരിയായില്ല. ഇതിനെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിക്കും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പരാതി നൽകും. പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ മാറ്റിവെച്ച കൗൺസിൽ യോഗത്തിലെ അതേ അജണ്ട മുഖ്യ അജണ്ടയാക്കിയാണ് ഈ യോഗം വിളിച്ചതെന്നും ജനകീയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അടിയന്തര യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയ ഭരണപക്ഷം രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഇന്ന് പരിഗണിച്ച ആദ്യത്തെ അജണ്ട പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ മാറ്റിവെച്ച 1ാമത്തെ അജണ്ടയാണ്. വളരെ ഗുരുതരമായ തെറ്റാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഇവർക്കെതിരെ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യാതെ ആളുടെ കണ്ണിൽ പൊടിയിടുന്നൊരു ഏർപ്പാടിനോട് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ ബഹളം കണക്കിലെടുക്കാതെ അജണ്ടകളുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ച മേയറുടെ തീരുമാനത്തെ മുദ്രാവാക്യവുമായി നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ മേയറുടെ ചേംബർ വളഞ്ഞ് പ്രതിരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. TCV തൃശൂർ. ഇടവേള.
ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്. എടമുട്ടം പാലപ്പെട്ടിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അച്ഛൻ മകനെയും മരുമകളെയും വെട്ടി പരിക്കേൽപ്പിച്ചു. പാലപ്പെട്ടി വെയർഹൌസ് റോഡിൽ കണ്ണംകുളം മണിലാലാണ് മകൻ ലിനോയ്, മരുമകൾ കുഞ്ഞുമോൾ എന്നിവരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. മകനും അച്ഛനും തമ്മിൽ സ്ഥിരമായി വഴക്കിടാറുണ്ടെന്ന് പറയുന്നു. വീട്ടിലെ വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം മകനെ വെട്ടുകയായിരുന്നു. തടയാനെത്തിയ മരുമകൾക്കും വെട്ടേറ്റു. ഇരുവർക്കും തലയ്ക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. മണിലാലിനെ വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമവ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാങ്കേതികതയെ കൂട്ടുപിടിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും നടപടിയുണ്ടാകണമെന്ന് ഗവർണർ പി സദാശിവം. തൃശൂർ ബാർ അസോസിയേഷന്റെ സെന്റിനറി സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. നിയമ ഭേദഗതികളും പുതിയ നിയമങ്ങളും സംബന്ധിച്ച് നിയമവിദഗ്ധരും അഭിഭാഷകരും അവബോധം ഉൾക്കൊള്ളണം. സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന് അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. മീഡിയേഷൻ സെന്ററുകൾ കാര്യക്ഷമമാക്കിയും ലോക് അദാലത്തുകൾ സംഘടിപ്പിച്ചും കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കുന്നതിൽ അഭിഭാഷകരും ജാഗ്രത പുലർത്തേണ്ടതാണെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജ് വി ചിദംബരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെഷൻസ് ജഡ്ജ് സോഫി തോമസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ.എം. തോമസ് രാജ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ബി. മോഹൻദാസ്, അഡ്വക്കേറ്റ് എം. രാമൻകുട്ടി, അഡ്വക്കേറ്റ് കെ.ഡി. ബാബു, അഡ്വക്കേറ്റ് ആന്റണി പെല്ലിശ്ശേരി, അഡ്വക്കേറ്റ് എം. ഹരിദാസ്, അഡ്വക്കേറ്റ് സി.കെ. കുഞ്ഞിപ്പൊറിഞ്ചു തുടങ്ങിയവർ പങ്കെടുത്തു. ജനവിധി 2019. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ NDA സ്ഥാനാർത്ഥിയായേക്കും. നരേന്ദ്രമോദിയും അമിത്ഷായും തൃശൂരിൽ തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തുഷാർ പറഞ്ഞു. പാർട്ടി യോഗം ചേർന്ന് നടപടിക്രമം പൂർത്തിയാക്കിയ ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും തുഷാർ പറഞ്ഞു. ഇതേസമയം തുഷാർ മത്സരിച്ചില്ലെങ്കിൽ പകരം മറ്റൊരു BDJS സ്ഥാനാർത്ഥിയെ തൃശൂരിൽ മത്സരിപ്പിക്കുവാൻ BJP തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന വന്നതോടെ തൃശൂർ DCCയിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും രാഹുൽ ഗാന്ധിക്ക് സ്വാഗതമേകുന്ന പ്ലക്കാർഡുകൾ ഏന്തിയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, അഡ്വക്കേറ്റ് അനീഷ് പ്രഭുദാസ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, TH അസീസ്, VS ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ അധ്യായമാണ് ഫാദർ വടക്കന്റെ രാഷ്ട്രീയ ജീവിതം. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വൈദികൻ എന്ന സവിശേഷതയും ഈ വിപ്ലവകാരിക്ക് സ്വന്തം. തൃശൂർ തോയ്ക്കാവ് സ്വദേശിയായ ജോസഫ് വടക്കൻ എന്ന വൈദികൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവ വ്യക്തിത്വമാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ അമരക്കാരനായിരുന്ന ഫാദർ വടക്കൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി മാറുകയും ധീരമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയതിനും കാലവും ചരിത്രവും സാക്ഷി. 14-ാം വയസ്സിൽ നികുതി പിരിക്കാനെത്തിയ അംശാധികാരിയെ മുഖത്തടിക്കാൻ കാണിച്ച ചങ്കൂറ്റം ജീവിതത്തിലുടനീളം ഇദ്ദേഹം തുടർന്നു പോന്നു. പത്രവിതരണക്കാരനായിരുന്ന പയ്യൻ പിന്നീട് പത്രാധിപരായി മാറി. തൊഴിലാളി എന്ന പത്രത്തിന്റെ സാരഥിയായി. KTP എന്ന ചുരുക്കപ്പേരിൽ കർഷക തൊഴിലാളി പാർട്ടിയുടെ അമരക്കാരനായി. തൃശൂർ ടൗൺ ഹാളിൽ പാർട്ടി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം സ്വന്തം ചോര കൊണ്ട് ഒപ്പുചാർത്തിയാണ് KTPക്ക് ചരിത്രപരമായ തുടക്കം കുറിച്ചതെന്ന് സോഷ്യലിസ്റ്റ് ചിന്തകനായ വിൻസെന്റ് പുതൂർ പറയുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റോമൻ കത്തോലിക്ക സമുദായത്തിലെ ഒരു പുരോഹിതൻ സജീവ കക്ഷി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ആ പാർട്ടി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടും മൊട്ടുസൂചി കൊണ്ട് തള്ളവിരൽ കുത്തി രക്തം കൊണ്ട് ഒപ്പിടണമെന്ന് പറഞ്ഞു. അങ്ങനെ രക്തം കൊണ്ട് ഒപ്പിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട്. 67-ലെ EMS മന്ത്രിസഭയിലേക്ക് B. വെല്ലിംഗ്ടൺ എന്ന ആരോഗ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ KTPക്കായി. വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ നേതാവായിരുന്ന ഫാദർ വടക്കൻ പട്ടം സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് കൂടുമാറിയത്. 65, 67, 70 തിരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് ചേരിക്കൊപ്പം നിന്ന് 2 MLA-മാരെ നിയമസഭയിലേക്ക് അയക്കാൻ KTPക്ക് കഴിഞ്ഞു.
സർക്കാരിന്റെ ലക്ഷം വീട് കോളനി പദ്ധതിക്ക് മുൻപേ ഫാദർ വടക്കൻ കുരിച്ചിറയിലെ പാവപ്പെട്ടവർക്കായി ഭവന പദ്ധതികൾ നടപ്പാക്കി. റിക്ഷാ തൊഴിലാളികൾക്കായി കുറി തുടങ്ങി. റിക്ഷാ തൊഴിലാളികൾ, കുശിനി തൊഴിലാളികൾ, കന്യാസ്ത്രീകൾ, കുഴിവെട്ടുകാർ എന്നിവർക്കായി ട്രേഡ് യൂണിയനുകൾ ആരംഭിച്ചു. അതിരൂപതയ്ക്കെതിരെ തേക്കിൻകാട് മൈതാനിയിൽ വടക്കനച്ചൻ നടത്തിയ പ്രതിഷേധ കുർബാനയും ചരിത്രമാണ്. അമരാവതിയിലും കൊട്ടിയൂരിലും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കായി 3 ഏക്കർ വീതം സ്ഥലം വാങ്ങി നൽകിയത് വടക്കനച്ചന്റെ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു. പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ ഇടതുമുന്നണിയിൽ നിന്നും അകന്ന ഫാദർ വടക്കൻ 1977 കണ്ണൂരിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. CPIയുടെ CK ചന്ദ്രപ്പനോട് തോറ്റതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുകയും തന്റെ ചരിത്ര ദൗത്യം പൂർത്തിയായതായി പ്രഖ്യാപിച്ച് KTP പിരിച്ചുവിടുകയുമായിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും DGP ജേക്കബ് തോമസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകാനിടയില്ല. വിജിലൻസ് കേസും സസ്പെൻഷനും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അനുമതി നൽകിയാലേ ജേക്കബ് തോമസിന് മത്സരിക്കാനാകൂ. അഖിലേന്ത്യാ സർവീസ് ചട്ടം അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥന് സിവിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിക്കണമെങ്കിൽ 3 മാസം മുൻപ് നോട്ടീസ് നൽകണം. വിരമിക്കാൻ ഉദ്യോഗസ്ഥനെ അനുവദിക്കണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്. ജേക്കബ് തോമസ് നിലവിൽ സസ്പെൻഷനിലാണ്. വിജിലൻസ് അന്വേഷണം നേരിടുന്നുമുണ്ട്. അതിനാൽ തന്നെ സംസ്ഥാനം വിരമിക്കാൻ അനുമതി നൽകിയാലും കേന്ദ്രത്തിൽ നിന്ന് കുരുക്ക് വീണേക്കും. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4 സർവീസിൽ നിന്ന് വിരമിച്ച രേഖകൾ കൂടി പത്രികയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോളിംഗ് സ്റ്റേഷനുകളിൽ മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ TV അനുപമ അറിയിച്ചു. ഇത്തവണ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് 3 നിര ഉണ്ടായിരിക്കും. 1 പുരുഷന്മാർക്കും 1 സ്ത്രീകൾക്കും, മൂന്നാമത്തേത് മുതിർന്ന പൗരന്മാർ, ശാരീരിക വൈകല്യമുള്ളവർ എന്നിവർക്കുമായിരിക്കും. ശാരീരിക വൈകല്യം ബാധിച്ചവരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാഹന സൗകര്യം ഏർപ്പെടുത്തും. ശാരീരിക വൈകല്യമുള്ളവർക്കായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് ഉറപ്പുവരുത്തും. സ്ഥിരം റാമ്പ് ഇല്ലാത്തിടത്ത് താൽക്കാലിക റാമ്പ് ഒരുക്കും. വോട്ടർമാർക്ക് കുടിവെള്ളം ഉറപ്പാക്കും. നിരയിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് വെള്ളം നൽകാൻ ഒരു ജീവനക്കാരനെ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ഉറപ്പാക്കണം. വൈദ്യുതി ഇല്ലെങ്കിൽ ജനറേറ്റർ ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ ഫ്ളാഗ് ഓഫ് ചെയ്തു. അയ്യന്തോൾ കളക്ടറേറ്റ് മുന്നിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി സമാപിച്ചു. സ്വീപ് നോഡൽ ഓഫീസർ PD സിന്ധു, അയ്യന്തോൾ വാക്കേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ, GST വിഭാഗം, NCC വിദ്യാർത്ഥികൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. സാമ്പത്തിക സേവന രംഗത്തെ പ്രമുഖരായ ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം വിതരണം ചെയ്തു. കോണത്തുകുന്നിൽ നിർധനയായ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് 1 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയത്. ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് സഹായം കൈമാറി. കമ്പനി ചെയർമാൻ KA ബോബൻ, ഡയറക്ടർമാരായ റോസ്മോൾ, സിന്ധു C ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് മാനേജർ രശ്മി, HR മാനേജർ ദേവദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാമ്പത്തിക സേവന രംഗത്ത് 62 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി മുന്നേറുന്ന ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ബിസിനസിനോടൊപ്പം മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളുമായി ഏവർക്കും മാതൃകയാവുകയാണ് ന്യൂ ട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നടത്തറയിലും പൊന്നൂക്കരയിലും അനധികൃതമായി മണ്ണെടുത്തിരുന്ന 5 ലോറികൾ ഒല്ലൂർ പോലീസ് പിടികൂടി. നടത്തറയിൽ മണ്ണുമായി പോയ 4 ലോറിയും പൊന്നൂക്കരയിൽ 1 ലോറിയുമാണ് പിടികൂടിയത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ NK ബെന്നി, SI സിദ്ദീഖ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹ മഠം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അങ്ങാടിത്താഴം മേഖലയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണ് പൊട്ടിയത്. ഈ മേഖലയിൽ മാസങ്ങളായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ക്ഷാമം പരിഹരിക്കുന്നതിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പദ്ധതിയുടെ ജോലികൾ നടന്നുവരികയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി JCB ഉപയോഗിച്ച് കുഴിയെടുത്തപ്പോഴാണ് പൈപ്പ് പൊട്ടിയത്. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കാനയിലേക്ക് പാഴായി പോകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അങ്ങാടിത്താഴം മേഖലയിൽ പൈപ്പ് പൊട്ടി മലിനജലം കലർന്ന് കുട്ടികളടക്കം നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്.
ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ കലശ ദിനം ആഘോഷിച്ചു. രാവിലെ തന്ത്രി പൂജയും ശ്രീഭൂതബലിയും നടന്നു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, തൃശൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ എന്നിവർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. വൈകിട്ട് ഡബിൾ തായമ്പക അരങ്ങേറി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ബാങ്ക് വായ്പാ ജപ്തികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കമ്മളം പോത്തോടിയിലെ ത്രേസ്യാമ്മയ്ക്ക് ഇത് ആശ്വാസമാകുന്നില്ല. 4.5 ലക്ഷം രൂപയുടെ ജപ്തി ഭീഷണി നേരിടുകയാണ് വിധവയായ ഈ 64-കാരി. ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വീട് പണിക്കെടുത്ത 1.5 ലക്ഷം രൂപയുടെ വായ്പയാണ് 18 വർഷത്തിനു ശേഷം 4.5 ലക്ഷത്തിന്റെ ബാധ്യതയായി അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത്. തവണകൾ കൃത്യമായി അടച്ചുവന്ന പയ്യപ്പള്ളി ഡേവിസിന്റെ ഭാര്യ ത്രേസ്യാമ്മയെ ഇടക്കാലത്തുണ്ടായ സാമ്പത്തിക പ്രശ്നമാണ് ബാങ്ക് അധികൃതരുടെ അനിഷ്ടക്കാരിയാക്കിയത്. പലിശയും കൂട്ടുപലിശയും ചേർത്ത് വായ്പാ സംഖ്യയുടെ തുക ഉയർത്തണമെന്ന് അവർ നിർദ്ദേശിച്ചു. ഇതോടെ 50,000 രൂപ കൂടി കിട്ടിയപ്പോൾ അവർ 2.5 ലക്ഷം രൂപയുടെ വായ്പക്കാരിയായി മാറി. വീണ്ടും പ്രതിമാസ അടവും ഇടയ്ക്കുള്ള മുടക്കവും തുടർന്നു. പിന്നെയും ഇവർക്ക് 5 വർഷത്തേക്കുള്ള 4 ലക്ഷം രൂപയുടെ വായ്പയായി ഇതിനെ മാറ്റേണ്ടി വന്നു. ഇതിനിടയിലാണ് മത്സ്യക്കച്ചവടക്കാരനായ ഡേവിസിന്റെ മരണം. ജപ്തി നോട്ടീസിന്റെ ഭീഷണിയിലാണ് ഭർത്താവ് തൂങ്ങി മരിച്ചതെന്ന് ത്രേസ്യാമ്മ പറഞ്ഞു. 2001 തുടങ്ങി. 2001 തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതുക്കലും വെക്കലുമായിട്ട് അങ്ങനെ നിൽക്കണം. ഇതുവരെ അവിടെ നിന്ന് തല പൊക്കാൻ പറ്റണില്ല. 2-3 പ്രാവശ്യം ആൾ മരിക്കണേക്ക് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, കോഴിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കടയിൽ പോയി ഇരിക്കുമ്പോഴാണ് ഇതുപോലെ നേരത്തെ അവർ വരിക. വന്നു കഴിയുമ്പോൾ ആളുണ്ടാവും. എന്നിട്ട് പറയും ജപ്തിക്ക് വരാമെന്ന് പറയാം. അങ്ങനെ 3-ാം ദിവസമാണ് 3 പ്രാവശ്യവും വന്നു പോയി. ആ ഞായറാഴ്ചയാണ് ആള് തൂങ്ങി മരിച്ചത്. പ്രതിമാസ അടവിന്റെ പേരിൽ വലിയ തുകകൾ ഇതിനകം ബാങ്കിൽ അടച്ചെങ്കിലും അതെല്ലാം പലിശയിലേക്ക് വരവ് വെച്ചെന്നാണ് അവരുടെ കണക്കെന്ന് ത്രേസ്യാമ്മ പറയുന്നു. ഒന്നിച്ചടച്ചില്ലെങ്കിൽ വീണ്ടും പുതിയ സംഖ്യയ്ക്ക് വായ്പ പുതുക്കണമെന്ന നിർദ്ദേശവുമുണ്ടത്രേ. എന്നാൽ ഇനി പുതുക്കലില്ലെന്നാണ് ഈ വീട്ടമ്മയുടെ നിലപാട്. പരിയാരം പഞ്ചായത്തിലെ മികച്ചൊരു കൃഷിക്കാരിയാണ് ഇവർ. പാട്ടത്തിനടുത്ത് ചെയ്ത പല കൃഷികളും നഷ്ടത്തിലായതാണ് ഇവരുടെ ശനിദശയ്ക്ക് കാരണം. പ്രാദേശിക തലത്തിൽ ചില കാർഷിക പുരസ്കാരങ്ങൾ കിട്ടിയെങ്കിലും കൃഷിയെ ജീവന് തുല്യം സ്നേഹിച്ച ഈ സ്ത്രീക്ക് ജപ്തി എന്ന സമ്മാനമാണ് ഇപ്പോൾ ബാങ്കുകാർ നൽകാൻ ഒരുങ്ങുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. അർണൂസ് പാതിരിയുടെ 287-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി N. രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അർണൂസ് പാതിരി അക്കാദമി റിസർച്ച് ഡയറക്ടർ ഫാദർ ഡോക്ടർ SJ സണ്ണി ജൂസ് അധ്യക്ഷത വഹിച്ചു. അർണൂസ് പാതിരിയും നവോത്ഥാന മൂല്യങ്ങളും എന്ന വിഷയത്തിൽ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ ആന്റണി പാലിക്കൽ, ഡോക്ടർ ഐറിസ് കൊയിലോ, ഡോക്ടർ M. കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. പ്രൊഫസർ ജോൺ തോമസ്, ഡേവിസ് കണ്ണമ്പുഴ, അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി, ഡേവിസ് കണ്ണനാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അവിഭക്ത തൃശൂർ രൂപതയുടെ പ്രസ് ബിറ്ററൽ പാസ്റ്ററൽ കൌൺസിലുകളുടെ സുവർണ ജൂബിലി ആഘോഷം തൃശൂരിൽ നടന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊഫസർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ സമാപന സന്ദേശം നൽകി. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഫാദർ മാത്യു കുറ്റിക്കോട്ടയിൽ, TK സിറിയക്, ഡോക്ടർ മേരി റജീന തുടങ്ങിയവർ സംസാരിച്ചു. ജനദ്രോഹ മദ്യനയത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സത്യഗ്രഹത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിലും സത്യഗ്രഹം സംഘടിപ്പിച്ചു. അയ്യന്തോൾ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് പ്രസിഡന്റ് MD ഗ്രേസ് അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി അംഗങ്ങളായ PA ജോസഫ്, KK ജോസഫ്, PP ഡേവിസ്, PS സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ക്ഷയരോഗ ദിനാചരണം കളക്ടർ TV അനുപമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KJ റീന അധ്യക്ഷത വഹിച്ചു.
ജില്ലാ ക്ഷയരോഗ ഓഫീസർ ഡോക്ടർ പി സജീവ് കുമാർ, ജനറൽ ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വി വിദ്യ, ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ക്ഷയരോഗ ദിന സന്ദേശ റാലി വിദ്യാർത്ഥി കോർണറിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എസ് ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ ഫോറം കൺവെൻഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കെപിസിസി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ എം ആർ റോസിലി അധ്യക്ഷത വഹിച്ചു. വനിതാ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി എ നസീം ബി വി, ജില്ലാ സെക്രട്ടറി ഗിരിജ, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ജയറാം, ജില്ലാ സെക്രട്ടറി എം പി പോളച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് വിവാഹ വീട്ടിൽ ഗാനമേളയ്ക്കെത്തിയ സൗണ്ട് ഓപ്പറേറ്റർമാരെ ആക്രമിച്ച കേസിൽ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം അറവശാല സ്വദേശി കുളങ്ങര വീട്ടിൽ മിൻഷാദ്, 3 പീടിക മടത്തിപ്പറമ്പിൽ സജീവൻ, പെരിഞ്ഞനം പുതുപുരയ്ക്കൽ അമ്പാടി സഹോദരൻ രാജു എന്നിവരെയാണ് SI റിയാസ് ചാക്കീരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുറ്റിലക്കടവ് ഒരു വിവാഹത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലിക്കെത്തിയവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജു, CK, അഭിലാഷ്, നജീഹ്, കിരൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തുപ്പേട്ടൻ അനുസ്മരണ നാടകോത്സവത്തിന് സംഗീത നാടക അക്കാദമിയിൽ തുടക്കമായി. സംഗീത നാടക അക്കാദമി സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA ബാബു എം പാലിശ്ശേരി നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ P ഗംഗാധരൻ തുപ്പേട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വനിതാ സാഹിതി സംസ്ഥാന ട്രഷറർ ഡോക്ടർ D ഷീല, നടനും സംവിധായകനുമായ ശ്രീജിത്ത് രമണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുപ്പേട്ടൻ രചിച്ച 8 നാടകങ്ങൾ 3 ദിവസങ്ങളിലായി സംഗീത നാടക അക്കാദമിയിലെ വിവിധ വേദികളിൽ അരങ്ങേറും. നാടകോത്സവ ദിനങ്ങളിൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകളിൽ നാടക നിരൂപണ രംഗത്തെ പ്രമുഖർ പ്രഭാഷണം നടത്തും. നാടകോത്സവത്തിന്റെ ഭാഗമായി തുപ്പേട്ടൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. അർണോസ് പാതിരിയുടെ 287-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനത്തിൽ ഈശോ സഭ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ MK ജോർജ് അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോർജ് തേനാടിക്കുളം, ഡേവിസ് കണ്ണമ്പുഴ, ഫാദർ ഡോക്ടർ ബിനോയ് പിച്ചളക്കാട്, ഡേവിസ് കണ്ണനാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപാന, ഹിസ്റ്ററി ഓഫ് ജീസസ് ഇൻ കേരള എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂർ സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ വൈലോപ്പിള്ളി ഹാളിൽ OV വിജയൻ സ്മൃതിയും നോവൽ ചർച്ചയും സംഘടിപ്പിച്ചു. കഥാകാരനും സദസ്സ് പ്രസിഡന്റുമായ അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രവാസ ജീവിതം, കാൽപ്പനികതയും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ ചെറുകഥാകൃത്ത് PJ ആന്റണി സ്മൃതി പ്രഭാഷണം നടത്തി. തുടർന്ന് മനോജ് കുറൂരിന്റെ നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവലിനെ ആസ്പദമാക്കി ചർച്ച നടന്നു. പ്രൊഫസർ V വിജയകുമാർ, ഡോക്ടർ VC സുപ്രിയ, നോവലിസ്റ്റ് മനോജ് കുറൂർ, ജേക്കബ് ബെഞ്ചമിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കാളമുറി സ്വദേശി പച്ചാപ്പിള്ളി രാഗേഷിനെയാണ് കൊടുങ്ങല്ലൂർ CI KG അനീഷ് അറസ്റ്റ് ചെയ്തത്. ഫോൺ വഴി പരിചയപ്പെട്ട രാഗേഷ് താൻ അവിവാഹിതനാണെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി മൊഴി നൽകിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് എഴുന്നള്ളിപ്പുകൾക്ക് പൂർണ്ണ വിലക്ക്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് ഓട്ടുകമ്പനിക്കായി അനധികൃത കളിമൺ ഖനനം. പാടത്തുനിന്നുമെടുത്ത കളിമണ്ണ് തിരിച്ചു കൊണ്ടിടണമെന്ന ആവശ്യം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കൃഷി ഓഫീസർമാർ ഓട്ടുകമ്പനിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തീരദേശ മേഖലയിൽ വലവിരിച്ച് ലഹരി മാഫിയ. നാട്ടിക ചേർക്കരയിൽ 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. കനത്ത ചൂട് തുടരുന്നു. ചൊവ്വാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം. സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ വേണമെന്ന് മുന്നറിയിപ്പ്. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ അഗ്നിബാധ. കമ്പനിക്കുള്ളിലെ പ്ലാന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. 20 ലക്ഷം രൂപയുടെ നഷ്ടം. കുറുമാലി പുഴയിൽ ഭീതിയായി നീർനായകൾ. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.